ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നിങ്ങനെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളിതാ നമ്മുടെ അസീവ് മലയാളത്തിൻ്റെ ഈ ഒരു ഇയറിങ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇപ്പോൾ മാരേജസിൻ്റെ ഒക്കെ സീസൺ ആണല്ലോ. അപ്പോൾ എനിക്കും വെക്കേഷനിൽ പറ്റുവാണെങ്കിൽ ഒന്ന് നാട്ടിലോട്ട് പോകണമെന്നുണ്ട്, ഒരു മാരേജ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഹൽദി മെഹന്തി അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഹൽദിക്ക് വേണ്ടിയിട്ട് ഒരു ഇയറിങ് സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമ്മളൊരു ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു മെഹന്തി കളർ എടുത്തിട്ടുണ്ട്, തുണി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ഒരു കാർഡ്ബോർഡ് പീസ് ഇതേപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ആ ഒരു യെല്ലോ കളർ തുണി ഉണ്ടല്ലോ, അതാ ഇതേപോലെ ഒരു ലീഫിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഇവിടെ നിന്ന് കർവ് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ ലീഫിൻ്റെ ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. മടക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അത് 2 സൈഡും നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ലെങ്ത്ത് അത്ര ഇല്ലെങ്കിൽ ഒറ്റയായിട്ട് കട്ട് ചെയ്താലും മതി. ഇനി ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക, 2 സൈഡിലോട്ടും വരുന്ന വിധത്തിൽ. ഇനി അതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ലൈറ്റർ ഉപയോഗിച്ചിട്ട് 2 സൈഡും ഉരുക്കി കൊടുക്കുക. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നൂല് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരില്ല, അതായത് നൂലിങ്ങനെ പൊന്തി പോരുന്ന ഊരി പോരുന്ന പരിപാടി ഉണ്ടല്ലോ, അതില്ലാതാവും. പിന്നെ അതുപോലെ മാത്രമല്ല നമ്മുടെ മെറ്റീരിയൽ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. കോട്ടണോ ഷിഫോണോ എന്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ ഇത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. 2 ഇയറിങ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിലോട്ടും ഈക്വൽ നമ്പർ വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഒരു സെറ്റ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതിനെ ആദ്യം ഒന്ന് മടക്കിയിട്ട് കെട്ടി കൊടുക്കുക കേട്ടോ. ആ ഒരു സെൻറ്റർ ഭാഗം നമുക്ക് ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗത്ത് കെട്ട് വരുന്ന പോലെ കെട്ടി കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ രണ്ടും ആദ്യം ഒന്ന് ഹാഫായിട്ട് മടക്കിയതിന് ശേഷം കെട്ടി കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ലുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് ഞാൻ വീണ്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഹാഫായിട്ട് മടക്കുക, എന്നിട്ട് ഒന്നുകൂടെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അത് സെൻറ്ററിലോട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാതും ഒരു 2 പ്രാവശ്യം കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സെൻറ്ററിലോട്ട് ആ കെട്ടാക്കി കൊടുക്കുക, നല്ല ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലെങ്ത്ത് ഇല്ലെങ്കിൽ ഓരോരോ പീസ് വെച്ചാലും മതി. പക്ഷേ ലെങ്ത്ത് ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഫൈനൽ ലുക്ക് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഇനി അതിന് ശേഷം നമ്മുടെ ആ ഒരു റൗണ്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തില്ലേ, അതിലോട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു യെല്ലോ ക്ലോത്തിൻ്റെ കട്ട് ചെയ്തതിലെ ബാക്കി പീസസ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക, മറ്റേ സൈഡ് ഇങ്ങനെ വലിച്ച് ഒട്ടിച്ച് റൗണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു കാർഡ്ബോർഡ് കാണൂല, നമ്മുടെ ഇയറിംഗ് ഭംഗിയായിട്ടിരിക്കും. ഇനി നമ്മൾ ഒട്ടിച്ച് ലാസ്റ്റ് വലിച്ചൊട്ടിച്ച ഭാഗമില്ലേ, അവിടെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ അതുണ്ടല്ലോ നമ്മൾ കെട്ടിയെടുത്തത് അതിങ്ങനെ ഹാഫായിട്ട് മടക്കിയിട്ട് ആ ഒരു കെട്ട് ഭാഗം ഈ ഒരു കാർഡ്ബോർഡ് പീസിന്മേൽ ഒട്ടിക്കുന്ന വിധത്തിൽ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. എത്ര പീസസ് ഉണ്ടോ അത് അത്രയും ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരേ ലെങ്ത്തിൽ തന്നെ എല്ലാം വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. കുറച്ച് ലെങ്ത് ഒന്നും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ 2 പീസസും ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഭാഗം ഉണ്ടല്ലോ, ഫുൾ റൗണ്ടിലില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മിറർ ഫ്രെയിമും ഒരു മിററും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിറർ ഫ്രെയിമും കൂടെ ഒട്ടിച്ചിട്ട് ഈ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിന് പകരമായിട്ട് ബീഡ്സോ സ്റ്റോൺസോ നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 എണ്ണത്തിൽ നമ്മളിതാ ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഹൂപ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഹൂപ്സിന് പകരമായിട്ട് ഹൂപ്സ് നമ്മൾ ഈ ഒരു റിങ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ജസ്റ്റ് എടുത്തിട്ട് അവിടെ ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു സെൻറ്റർ ഭാഗം കറക്റ്റാക്കി പിടിച്ചിട്ട് ഗ്ലൂ വെച്ച് ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് ഊരിപ്പോരും കേട്ടോ. 2 അതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഇങ്ങനത്തെ റിങ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ ലൂപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ബാക്ക് സ്റ്റഡ് വെച്ച് കൊടുക്കാം. എല്ലാം കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വിചാരിച്ചതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏത് സെലിബ്രേഷൻ വന്നാലും നമ്മുടെ ഇയറിങ്സ് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് എങ്ങനെയുണ്ട് നമ്മുടെ മെഹന്തിക്കൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഇയറിങ് അല്ലേ. എല്ലാവരും ട്രൈ ചെയ്തു.